ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ സൂപ്പർ ബമ്പർ. നമസ്കാരം. നമ്മളിന്ന് ചേർത്തലയിൽ തന്നെയാണ്. ചേർത്തലയിൽ തവണക്കടവ് എന്ന് പറയുന്ന ജെട്ടിയിലാണ്. ഇത് തവണക്കടവ് ബോട്ട് ജെട്ടിയാണ്. ഇവിടെ പണ്ട് ജങ്കാർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജങ്കാർ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചേക്കാണ്. പകരം നമ്മുടെ കേരള സർക്കാരിൻ്റെ അടിപൊളി ബോട്ടുണ്ട്. ഇത് നേരെ അക്കരയ്ക്കാണ് പോകുന്നത് ഫുൾ ടൈം. അവിടെ വൈക്കമാണ്, വൈക്കത്തേക്കുള്ള ട്രാവലാണ്. പിന്നെ അവിടെ നിന്ന് പിന്നെ എറണാകുളത്തേക്ക് എവിടേക്ക് വേണമെങ്കിലും പോവാം. ഇവിടെ നമ്മൾ ബോട്ട് ജെട്ടിയും ബസ് സ്റ്റാൻഡും ഓട്ടോ സ്റ്റാൻഡും ഒക്കെ അടുത്താണ്. അതിൻ്റെ ഒരു ആംബിയൻസിലേക്ക് ഇറങ്ങാൻ പോവാണ്. സീ കേരളം സൂപ്പർ ബമ്പർ നമ്മൾ ഗെയിം ഷോ ഇവിടെ നിന്നാണ് ഇന്ന് തുടങ്ങുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ നമ്മുടെ കളിക്കളത്തിലേക്ക് പോകും. തവണക്കടവ് ബോട്ട് ജെട്ടിയിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ബസ് സ്റ്റാൻഡ് അടുത്താണ്, ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. വൈക്കത്തുനിന്ന് ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. ചുമ്മാ വൈക്കത്ത് വന്നിട്ട്, അത് കോട്ടയം ജില്ലയാണല്ലോ, ആലപ്പുഴ ജില്ല വരെ പോകാൻ വന്നൊരു ബോട്ടിൽ കയറി ഒരു യാത്ര തരപ്പെടുത്തി കുറച്ച് പൈസയിലുള്ളൂ വരുന്ന ആളുകളുണ്ട്. എന്തായാലും ഈ ഇരിക്കുന്നത് അല്ല, അവരെയൊക്കെ സ്വീകരിക്കുന്നത് നമ്മുടെ തവണക്കടവ് നാട്ടുകാരാണ്. നമസ്കാരം ചേട്ടാ, എന്താ പേര്? ഭാസ്കരൻ. ഭാസ്കര എന്നൊക്കെ ആരെങ്കിലും വിളിക്കാറുണ്ടോ? എങ്ങനെ ചേട്ടൻ്റെ പേരെന്താ? സദാശിവൻ. അനി. കൊച്ചു നാരായണൻ. എന്താ പേര്? हो ये हमारा नहीं है, रतन सिंह. किधर से हो? दिल्ली. कितने साल हुए इधर आके? फर्स्ट. एक साल हो गया. क्या काम करते हो इधर? बेकरी. ഓക്കെ. ഈ ഇവിടേക്ക് ഇത് വൈക്കത്തുനിന്ന് മാത്രമാണോ ഇത് ബോട്ടുള്ളൂ? തവണക്കടവ് വൈക്കം ബോട്ടുകള്. മറ്റ് യാത്രക്കാർ ദൂരസ്ഥലങ്ങളിലേക്ക് ഇടുക്കി, കോട്ടയം ജില്ല, തലയോലപ്പറമ്പൊക്കെ പോകാനുള്ളവരാണ്. ഇവിടെ നിന്ന് അപ്പോൾ വൈക്കത്തേക്ക് എളുപ്പം ഈ ജെട്ടിന്ന് പോകുന്നത്. എത്ര ടൈം എടുക്കും? ഒരു 15 മിനിറ്റ് ആണല്ലേ. പിന്നെ ചുരുക്കി പറഞ്ഞ യാത്ര ഭയങ്കര രസമാണ്. എളുപ്പം പോകാം, വീട്ടിൽ പോകാം. അതാണ് ചുരുക്കി പറഞ്ഞ. ഈ തവണക്കടവ് നല്ല തിരക്കായിരിക്കുന്നതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല. എന്തായാലും താങ്ക് യു. നമുക്ക് കാണാം. നമ്മുടെ സീ കേരളം സൂപ്പർ ബമ്പർ ഗെയിം ഷോ ഉണ്ട്. 25,000 രൂപയാണ് സമ്മാനം. അപ്പോൾ ഗോതയിലേക്ക് വന്നേക്കണം. റെഡി. നമുക്കിനി വീണ്ടും ബസ് സ്റ്റാൻഡിലേക്കൊക്കെ ഇറങ്ങാം. നല്ലൊരു ആംബിയൻസ് ആണ്, മൊത്തത്തിൽ ഉഷാറാണ്. ഇവിടെ ഇഷ്ടംപോലെ കടയുണ്ട്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഡ സർബത്ത് കുടിക്കാം, നല്ല ചായ കുടിക്കാം. അങ്ങനെ വെറൈറ്റി കടകളാണ്. നമ്മൾ ഈ ചേട്ടൻ്റെ അടുത്തേക്ക് വന്നാലോ? നമസ്കാരം ചേട്ടാ, എന്താ പേര്? രാജേഷ്. രാജേഷ് ചേട്ടാ, ഇത് സീ കേരളം സൂപ്പർ ബമ്പർ ഗെയിം ഷോ എന്നാണ്. നമ്മൾ നിങ്ങളുടെ തവണക്കടവിൽ ഒരു കിടിലൻ ഗെയിം ഷോ, 25,000 രൂപ സമ്മാനം കൊടുക്കുന്ന ഗെയിം ഷോ ഉടനെ നമ്മുടെ അടുത്ത് തന്നെ നടക്കുന്നുണ്ട്. അപ്പം അതിന് മുമ്പ് ഈ സ്ഥലമൊക്കെ ഒന്ന് പരിചയപ്പെടാൻ ബോട്ട് ജെട്ടിയിൽ വന്ന് ഇറങ്ങിയതാ. ഇതേ ഇവിടെ കുറേ കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട്, ആൾക്കാരൊക്കെ സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. ഇത് മൊത്തം വെറൈറ്റി കടയാണല്ലോ. ലോട്ടറി മുതൽ എല്ലാം കിട്ടും. നല്ല തിരക്കുണ്ടോ ഫുൾ ടൈം ഇവിടെ? ഒരു തിരക്കില്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ കളിക്കളത്തിലേക്ക് വരണം. അവിടെ വന്നിട്ട് 25,000 രൂപയാണ് സമ്മാനം. അങ്ങോട്ട് വരണം. ഇത് ഇവിടെ തൊട്ടടുത്താണ്. നമുക്ക് അവിടെ കാണാം. ഓക്കെ, അപ്പോൾ കാണാം. നമ്മൾ തവണക്കടവ് ബോട്ട് ജെട്ടിയിൽ നിന്ന് നേരെ അവിടെ തന്നെയാണ് ഈ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് എല്ലാ സ്ഥലങ്ങളിലേക്ക്, അതായത് ആലപ്പുഴ, അരൂര്, ചേർത്തലയ്ക്കൊക്കെയുള്ള ബസ് ഉണ്ട്. ഇവരെല്ലാവരും ഏറ്റവും കൂടുതൽ പർച്ചേസിങ്ങിന് പോകുന്ന ടൗൺ, തൊട്ടടുത്തുള്ള ടൗൺ കോട്ടയം ജില്ല എന്ന് പറയാം, വൈക്കത്താണ്. തൊട്ടടുത്ത് ഇവിടുന്ന് ഒരു 15 മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ ബോട്ടിൽ പോകാൻ. നമുക്ക് എന്തായാലും ഇവരുടെയൊക്കെ അടുത്തേക്ക്. എന്താ ചേട്ടൻ്റെ പേരെന്താ? സന്തോഷ്. ഇവിടെ അടുത്താണോ വീട്? പൂച്ചാൽ എന്ന് പറയും. അത് ഇവിടുന്ന് എത്ര ടൈം ഉണ്ട്? 20 മിനിറ്റ് അല്ലേ? നിങ്ങൾക്ക് ഇവിടെ അടുത്തുള്ള ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്നത് വൈക്കമാണ് ആണല്ലേ? മറ്റുള്ള ഇപ്പോൾ ആലപ്പുഴയ്ക്കൊക്കെ പോകുന്നതിനേക്കാൾ അല്ലെങ്കിൽ ചേർത്തലയാണ് പിന്നെ ഉള്ളത്. എന്നാലും നിങ്ങൾ പർച്ചേസിങ്ങിനും ഒക്കെ പോകുന്നത് കൂടുതൽ ഇവിടേക്കാണോ? എറണാകുളത്തിന് പോകും. ഇവിടുന്ന് വൈക്കം പോകും, എന്നിട്ട് അവിടെ നിന്ന് എറണാകുളം പോകും. എറണാകുളത്ത് പോകാം. ഈ ബോട്ട് അപ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ആരാ? ഈ ഒരു ജെട്ടി യൂസ് ചെയ്യുന്നത്, ബോട്ട് ജെട്ടി യൂസ് ചെയ്യുന്നത്? ഇവിടെ ജോലിക്ക് വരുന്നവരുണ്ട്, അങ്ങോട്ട് ജോലിക്ക് പോകുന്നവർ. അങ്ങനെയൊക്കെ ഉള്ളവർ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടല്ലേ?
അപ്പോൾ ഈ തവണക്കടവ് ബോട്ട് ജെട്ടിയിലെ വിശേഷങ്ങൾ ഇങ്ങനെയാണ്. ധാരാളം ആളുകൾ വൈക്കത്തേക്ക് പോയി വന്നിരിക്കുന്നു. നമ്മളിവിടെ വരുന്നു. തവണക്കടവ് ചേർത്തല ജില്ലയിലാണ്, കോട്ടയത്ത് നിന്ന് വൈക്കത്തിന് പെട്ടെന്ന് അടുത്തുള്ളൊരു സ്ഥലം. എന്തായാലും നമുക്ക് കാര്യം ചെയ്യാം, നമ്മുടെ തവണക്കടവ് ഗോതയിലേക്ക് പോവാം. 25,000 രൂപ സി കേരളം സൂപ്പർ ബമ്പർ സമ്മാനം കൊടുക്കാനുള്ളതാണ്. അവിടെ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നു. അവിടെ പോയി നമ്മുടെ മത്സരം തുടങ്ങണ്ടേ. തവണക്കടവ് ദേവീക്ഷേത്രത്തിനടുത്ത്, വടക്കക്കര ദേവീക്ഷേത്രത്തിനടുത്തുള്ള ഒരു കുന്നാണിത്. ഇവിടെ ഇങ്ങനൊരു കുന്നുണ്ടായത് എങ്ങനെയാണെന്ന് അറിയാമോ? ചേർത്തലയാണ്, തവണക്കടവാണ്. ഇവിടെ കിഴക്ക് ഭാഗത്ത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണെടുത്തു അവർ. സാധാരണ നമ്മൾ മണ്ണെടുക്കുന്നത് കൃഷിയിടങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതങ്ങനെയല്ല, കൃഷി ചെയ്യാൻ വേണ്ടി മണ്ണെടുത്ത് കൃഷിയിടം ഉണ്ടാക്കിയവർ അവിടെ ഒരു 4 തലമുറയ്ക്ക് മുമ്പ് ചെയ്ത കാര്യമുണ്ടോ, 4 തലമുറയ്ക്ക് മുമ്പ് ചെയ്ത കാര്യം. ആ മണ്ണ് കൂട്ടിയിട്ട് ഉണ്ടായതാണ് ഈ കുന്ന്. അപ്പോൾ തവണക്കടവിൽ ഇവിടെ ഇങ്ങനെ ഒരു കുന്നായി. വടക്ക് ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് ഇതേ ഒരു അടിപൊളി പാടമുണ്ട്. ചെറിയ തോതിലൊക്കെ ഇപ്പോൾ കൃഷി അവിടെ നടക്കുന്നുണ്ട്. ഈ കുന്നിന് താഴെ ദാ നോക്കിക്കോ, ഒരു വലിയ ഗ്രൗണ്ടാണ്. ദേവീക്ഷേത്രത്തോട് ചേർന്നിട്ടൊരു വലിയ മരം നിൽക്കുന്നു. അതിന് ചേർന്ന് വിശാലമായ, നമ്മൾ ധനുഷ്കോടിയിലൊക്കെ പോയാൽ കാണുന്ന ഫീലുള്ള വെള്ള മണലുള്ള ഒരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ കണ്ടോ, നമ്മുടെ സൂപ്പർ ബമ്പർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ടീം അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ഗെയിം തുടങ്ങാനായിട്ട്. ഞാനിനി അവരുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പോവാണ്. നമുക്ക് ഇനി അംഗം അവിടെയാണ്. കുന്നിറങ്ങിയാണ് നമ്മളിന്ന് ഗെയിമിലേക്ക് പോകുന്നത്. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ. നമസ്കാരം. വടക്കുംകരയുടെ മണ്ണിലെത്തിയിരിക്കുകയാണ് സി കേരളം സൂപ്പർ ബമ്പർ. വടക്കുംകര ദേവീക്ഷേത്രത്തിന്റെ നടയിലാണ്. അവിടെ ഇപ്പൊ ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ദീപാരാധന കഴിഞ്ഞ ആ ഒരു ഐശ്വര്യത്തിൽ തന്നെ നമ്മുടെ മത്സരം തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങല്ലേ? എന്തായാലും ഇവിടെ ഈ ജനസാഗരം എത്തിച്ചു തന്ന വടക്കുംകര സാരഥി സ്പോർട്സ് ക്ലബിന്, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട്. എല്ലാ വർഷവും ഫുട്ബോൾ പരിപാടിയൊക്കെ നടക്കാറുണ്ടല്ലേ, ഫുട്ബോൾ മത്സരങ്ങൾ നടക്കാറുണ്ടല്ലേ? ആ ഒരു ആവേശം ഇവരിലെല്ലാം ഇപ്പോഴും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സേക്ക് ചോക്കോ ചിക്ക് കുക്കീസ് ഇന്നിവിടെ പൊളിച്ചടുക്കുമില്ലേ? തുടങ്ങല്ലേ നമ്മള്? അപ്പോൾ ഇവിടെ മത്സരം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ മത്സരത്തിന് ചെറിയ ചെറിയ നിയമങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങളൊക്കെ ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം. സൂപ്പർ ബമ്പർ നേടണമെങ്കിൽ 6 കടമ്പകളാണുള്ളത്. ആദ്യ റൗണ്ട് 120 സെക്കൻഡാണ് സമയം. വിജയിക്ക് 1000 രൂപ ലഭിക്കും. ഈ പണം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുന്നതാണ്. രണ്ടാം റൗണ്ട് 100 സെക്കൻഡാണ് സമയം. വിജയിക്ക് 2000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാം റൗണ്ട് 80 സെക്കൻഡാണ് സമയം. വിജയിക്ക് 3000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാം റൗണ്ട് 60 സെക്കൻഡാണ് സമയം. വിജയിക്ക് 5000 രൂപ ലഭിക്കും. മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാം റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിക്ക് 10000 രൂപ ലഭിക്കും. എന്നാൽ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാം റൗണ്ട് 20 സെക്കൻഡാണ് സമയം. അതായത് സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിക്ക് 25,000 രൂപ ലഭിക്കും. ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10,000 രൂപയാണ്. അപ്പൊ നമ്മുടെ തുടക്കം ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഓരോ പാട്ടോട് കൂടി തന്നെ ആവാം. ഈ സൈഡിൽ നിന്നും ഒരാൾ പാടിക്കോ, ഈ സൈഡിൽ നിന്നും ഒരാൾ പാടിക്കോ. റെഡിയല്ലേ? ഇവിടെ നിന്ന് ആരാ പാടുക? ഉണ്ണിച്ചിറ്റപ്പൻ പാടൂ. ഉണ്ണിച്ചിറ്റപ്പൻ ഒന്നിങ്ങ് കയറി വന്നേ, ആ ഫ്രണ്ടിലേക്ക് വന്നേ, ഞാൻ അങ്ങ് വരാം. അപ്പൊ നമുക്ക് വേണ്ടി ആദ്യത്തെ പാട്ട് പാടാൻ പോകുന്നത് ആരാണ്? ഉണ്ണി അല്ലേ? ഉണ്ണിച്ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണ്. അത് ശരി, അധ്വാനിക്കുന്ന ജനവിഭാഗമാണ്. അതുകൊണ്ട് നാടൻ പാട്ടാണോ പാടാൻ പോകുന്നത്? അങ്ങനെയൊന്നുമില്ല, നാടൻ പാട്ടല്ല, ഇഷ്ടമുള്ള പാട്ടൊക്കെ പാടും. ഇപ്പൊ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഇപ്പൊ കലാഭവൻ മണിച്ചേട്ടൻ പാടി അനുസരമാക്കിയ ഒരു പാട്ടാണ് പാടാൻ പോകുന്നത്. അപ്പൊ പൊളിച്ചെടുക്കും. തുടങ്ങിയാലോ? പാട്ട് അമ്പലത്തിലെ പാട്ടല്ലേ കേക്കണത്, നേരം വേളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്കൂ പൊന്നാരെ, നേരം വേളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്കൂ പൊന്നാരെ,
കാവുംപാട്ട് അമ്പലത്തിലെ പാട്ടല്ലേടിയേ കേക്കണത്. നേരം വേളുത്തടി പെണ്ണ് കട്ടൻ തിളപ്പിക്കു പൊന്നാരെ. നേരം വേളുത്തടി പെണ്ണ് കട്ടൻ തിളപ്പിക്കു പൊന്നാരെ. ഉഴുതുമറിച്ചൊരു കണ്ടത്തിൽ വിത്തു വിതയ്ക്കേണ്ടേ. വിത്തു വിതച്ചാലേ പെണ്ണ് ഞാറു മുളയ്ക്കുള്ളൂ. ഞാറു കണ്ടത്തിലിറങ്ങി പുല്ലു പറിക്കേണ്ടേ. പുല്ലു പറിച്ചാലേ പെണ്ണ് ഞാറു വളരുള്ളൂ. വീട്ടില് ആരൊക്കെ ഉള്ളത്? വീട്ടില് അമ്മയുണ്ട്, ആ വൈഫുണ്ട്, ആ. പെങ്ങളുണ്ട്. വൈഫിന്റെ പേരെങ്ങനെയാ? വൈഫിന്റെ പേര് രജനി. രാവിലെ ഇങ്ങനെയാണോ കട്ടൻ തിളപ്പിക്കാൻ പറയുന്നത് രജനി ചേച്ചിയോട്? ഇങ്ങനെയൊന്നുമല്ല. രജനി ചേച്ചി ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. ആ പിറകില് നമുക്ക് ഫ്രണ്ടിൽ വന്ന് നിന്നേ. ഓ ബാക്കിൽ പോയി ഒളിച്ചു നിന്നാ എങ്ങനെയാ? ഇങ്ങനെയാണോ കട്ടൻ തിളപ്പിക്കാൻ രാവിലെ തന്നെ പറയുന്നത് രജനി ചേച്ചി? അതോ വേറെ പാട്ടൊക്കെ പാടി തരാറുണ്ടോ? ചേട്ടൻ പാടുന്ന ഏത് പാട്ടാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഞാറ്റുപാടത്തെ തുമ്പി. ഞാറ്റുപാടത്തെ തുമ്പി. അതിന്റെ ഒരു 2 വരി ഞാറ്റു ചേച്ചിക്ക് വേണ്ടി, രജനി ചേച്ചിക്ക് വേണ്ടി. ശരി. ഞാറ്റുപാടത്തെ തുമ്പി നല്ല തുമ്പി, ഞാറ്റു പെണ്ണിനെ കണ്ടോ അവരമ്പിൽ. നാടൻ പാട്ടുകൾ പാടാൻ പോയതാണേ. ഞാറ്റുപാടം തേടി പോയതാണേ. അഞ്ഞാറ് പൊഞ്ഞാറ് ഓ ഓ അഞ്ഞാറ് പൊഞ്ഞാറ് ഓ ഓ അഞ്ഞാറ് പൊഞ്ഞാറ് നാട്ടുന്ന നേരത്ത് കാറ്റുന്നു വന്നോടി തുമ്പി. പുഞ്ചവയലിന്റെ മാറിൽ പൂങ്കാറ്റ് വന്നോടി തുമ്പി. ആ കാറ്റ് പൂങ്കാറ്റ് പോയിടും നേരത്ത് പാട്ടൊന്നു കേട്ടോടി തുമ്പി. എന്തായാലും തുമ്പി മൊത്തം കേട്ടിട്ടുണ്ട്. അടച്ചു പാവം പാട്ടുപാടി. താങ്ക് യു. എന്തായാലും നമ്മുടെ പരിപാടി തുടക്കം തന്നെ ഉഷാറാക്കി. ഇനി ഈ സൈഡിൽ നിന്ന് ഒരു പെൺകുട്ടി പാട്ടുപാടി തന്നാൽ നന്നായിരിക്കും. ആരാണ്? മാടി മാടി വിളിക്കുകയാണല്ലോ പാട്ടുപാടാൻ. ഇത് പിടിച്ചോ. എന്താ പേര്? മാളവിക. മാളവികയാണ് നമുക്ക് പാട്ടുപാടി തരാൻ പോണ കേട്ടോ. എന്താ ചെയ്യുന്നേ? ഞാൻ പഠിക്കുകയാണ്. എത്രയില്? 8th. 8th. വീട്ടില് വേറെ ആരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, അനിയത്തി, അപ്പൂപ്പൻ, അമ്മൂമ്മ. ആഹാ അടിപൊളിയാണ്. ഓക്കെ, ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഗലി ഗലി. ഗലി. ഹിന്ദി അണ്ണേ. हिंदी गाना सुनने वाला है अभी अभी. ए हो हाय തുടങ്ങിക്കോ. मैनू तेरे लिए छोड़ा है समाना, जरा तेरा इरादा तो बता. ऐसे नजर तुम मुझसे चुराना, जरा तेरा इरादा तो बता. चाया है मुझसे चुरा ही नसाब, कम बख्ते दिल ये कहा जा फसा. न तेरा दीवाना तू मेरा दीवाना, समझ ले मैं लड़के इशारा. आ आ आ आ आ गली गली में फिरता है तू, क्यों बन के बंजारा. ते आ मेरे दिल ये बस जा, मेरे आशिक आवारा. താങ്ക് യു. ഞങ്ങൾ അങ്ങനല്ലേ താങ്ക് യു പറയണ്ടേ? ഇങ്ങടല്ലോ താങ്ക് യു പറയണ്ടേ. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ഗെയിം തുടങ്ങാം. അപ്പോ 1000 രൂപ മുതൽ 25,000 രൂപ വരെ ഈ കൂട്ടത്തിൽ ഉള്ള ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാനുള്ളതാണ്. അതിനു മുമ്പ് നമ്മുടെ കയ്യിൽ ചെറിയ ചെറിയ ഗിഫ്റ്റ് ഉണ്ട്. ആ ഗിഫ്റ്റ് ഈ കണ്ടു നിൽക്കുന്നവർക്കും കൂടി ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ട് ഒരു ചെറിയ പെർഫോമൻസ് ഗെയിം നമുക്ക് ഒന്ന് ഇട്ട് നോക്കാം. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഡംഷാർട്സ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഒരു സിനിമ പേര് ഒരാളുടെ ചെവി പറഞ്ഞാൽ മറ്റേ ആൾക്ക് അഭിനയിച്ച് കാണിച്ചിരിക്കും. സോ സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ ആരാണ് ഒരു 2 പേര് പെട്ടെന്ന് വരിക? ആരാ? പോരെ, ദേ ഇവിടെ നിന്ന് 2 സുന്ദരി കുട്ടികൾ ഓടി വരുന്നുണ്ട്. ഓടിപ്പോരെ ഇവിടെ വന്നോ. ഇവർ 2 പേരാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ മത്സരം. ഇത് നമ്മുടെ നിയമാവലിയിലുള്ള മത്സരമൊന്നുമല്ല. എല്ലാവർക്കും ഒരു എന്റർടൈൻമെന്റിനും ഇവർക്ക് ആർക്കെങ്കിലും സമ്മാനം കിട്ടാനും വേണ്ടിയുള്ള ഒരു ഗെയിമാണ്. എന്താ പേര് വന്ന ആൾക്കാരുടെ? നിത്യ. ഇയാളുടെയോ? സാന്ദ്ര. ഇതിനു മുമ്പ് ഡംഷാർട്സ് ഒക്കെ കളിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഒരു സിനിമ പേര് പറഞ്ഞു. ആരാണ് അഭിനയിക്കാൻ പോകുന്നത്? ആരാണ് സിനിമ പേര് കണ്ടുപിടിക്കാൻ പോകുന്നത്? ഇങ്ങനെ കാണിക്കണം, അത് ശരിയാവൂല അല്ലേ? പറഞ്ഞോളൂ. അപ്പോ ഒരു സിനിമ പേര് കൊടുക്കാൻ പോവാണ് കേട്ടോ. കൊടുത്തോട്ടെ. ജെട്ടി. സിമ്പിൾ. ഇത് നല്ല പണിയിടും. സൂപ്പർ സ്റ്റാർസ് ആരും ഇല്ലാത്തൊരു സിനിമയാ. അതുകൊണ്ട് ഇങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല. താമര വിരിഞ്ഞു. പൂ. പൂമുഖം. ഇരിക്കണോ? കാല് വേനെടുക്കണ്ടോ? തറയോ? അത് ശരിയാ, ആർക്കും പറയാൻ പറ്റും. അതൊരു നല്ല കൈയ്യടി കൊടുത്ത് അവര് ശ്രമിക്കണോ? ഓക്കെ, അതാണ്. ബ്രേക്ക് ഡാൻസിന്റെ സ്റ്റെപ്പ് പോലെ ഉണ്ടായിരുന്നു. എന്താണ്? പൂമുഖപ്പടിയിൽ. അച്ഛോ, ഒന്നുകൂടി ഭയം കാണിച്ചു കൊടുക്ക്.
ആ അതാണ് നോക്കിയിരുന്നു. പൂമുഖപ്പടിയിൽ കുന്തിച്ചിരുന്നു, അതാണ് സിനിമ പേര്. ആർക്കെങ്കിലും ഒക്കെ കിട്ടണ്ടോ? ദേ എന്തോരം പേരെ കൈവക്കണേ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ സമ്മാനം പോവും, അല്ലെങ്കിൽ ആർക്കും സമ്മാനം കിട്ടാണ്ട് പോവും. ആ ഇവിടെ ഒരാള് പറയാന്ന് പറഞ്ഞു. പൂമുഖപ്പുഴയിൽ നിന്നെയും കാത്ത്. പൂമുഖപ്പുഴയിൽ നിന്നെയും കാത്തോ? പടിയിൽ പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്, അതായിരുന്നു സിനിമ. എന്തായിരുന്നു? ഒരു നല്ല കൈഡി കൊടുത്തേ. രണ്ടുപേരും വന്ന് മത്സരിച്ചു, പക്ഷെ കണ്ടു നിന്നവരാണ് ഉത്തരമൊക്കെ പറഞ്ഞത്. അതിനകത്ത് ആദ്യം ചാടിക്കയറി ഉത്തരം പറഞ്ഞ ചേച്ചിക്ക് തന്നെ സമ്മാനം കൊടുക്കാം. എന്താ പേര്? സിന്ധു ബിജു. സിന്ധു ബിജു ആണ്. പൂമുഖപ്പടിയിൽ നിന്നെയും കഥ സിനിമ എത്ര തവണ കണ്ടിട്ടുണ്ട്? 2-3 വട്ടം കണ്ടിട്ടുണ്ട്. വെറുതെ അല്ല എത്ര പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോ നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം കൊടുക്കാണ് കേട്ടോ. ഒരു നല്ല കൈഡി കൊടുത്തേ. അപ്പോ ഇനി നമുക്ക് നമ്മുടെ യഥാർത്ഥ ഗെയിമിലേക്ക് കടക്കാനുള്ള സമയമാണ്. അതായത് നമ്മുടെ സൂപ്പർ ബമ്പർ 25,000 രൂപ വരെ കിട്ടുന്ന സമ്മാനം. ഇതിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള മത്സരാർത്ഥികളുടെ പേരെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഒരു ലോട്ട് എടുക്കുന്നു. അത് ആദ്യത്തെ മത്സരാർത്ഥി ആരാണെന്ന് കണ്ടെത്തുന്നു. റെഡിയല്ലേ? ലോട്ട് എടുക്കാൻ ഒരു കുഞ്ഞുവാവ വേണമല്ലോ എനിക്ക്. കുഞ്ഞുവാവ ആ ഓടി വാ. ഓ നല്ല സ്മാർട്ടായിട്ട് കൈവക്കി ഓടി വന്നേ. എന്താ പേര്? അഞ്ചു. അഞ്ചു എന്താ ചെയ്യുന്നേ? പഠിക്കുന്നു. പഠിക്കുകയായിരിക്കും, നമുക്കറിയാലോ ഈ പ്രായത്തില്. എന്തിനു പഠിക്കുന്നു? 6ാം ക്ലാസ്സിൽ. നമുക്കെന്നാ ലോട്ട് എടുത്താലോ? അപ്പൊ അഞ്ചുവാണ് ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ഇതിൽ നിന്നൊരു ലോട്ട് എടുത്തിട്ട് എന്റെ കയ്യിൽ തന്നോ. ഓക്കെ, അപ്പൊ അഞ്ചു ടാറ്റ, വീണ്ടും കാണാം. താങ്ക് യു. അപ്പോ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥിയാണ് ഇതാ എന്റെ കയ്യിലിരിക്കുന്നത്. അതാരാണ് എന്ന് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു പരിപാടി. ഓക്കെ, സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സേക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ ഒരു ചെറിയ ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സേക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. തുടങ്ങല്ലേ? അപ്പോ ആദ്യത്തെ മത്സരാർത്ഥിയാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് വിളിക്കട്ടെ. അത് മറ്റാരുമല്ല, രേഷ്മ അഭിലാഷ്. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത്. രേഷ്മ നമസ്കാരം. നമസ്കാരം. രേഷ്മ എന്താ ചെയ്യുന്നു വേറെ? ഞാനിപ്പോ ഇവിടെ അടുത്ത ട്രാൻസ്പോർട്ടിംഗ് ഏജൻസിയിൽ ജസ്റ്റ് ഒരു ഓഫീസറൊക്കെ ജസ്റ്റ് ഒരു ഓഫീസറായിട്ട് വർക്ക് ചെയ്ത്. ഇപ്പൊ നമുക്ക് കുഞ്ഞുണ്ട്, അപ്പൊ പോവാൻ പറ്റുന്ന അത് മാത്രമേ ഉള്ളൂ. ഇവിടെ അടുത്താണ്, വടക്കര ജംഗ്ഷനിൽ തന്നെയാണ്. അപ്പൊ അതിൽ പോവാൻ പറ്റുന്ന അങ്ങനെ പോകുന്നു. ആണല്ലേ? എന്തായിരുന്നു ശരിക്കും ആഗ്രഹം? ആരാവണം എന്നായിരുന്നു ആഗ്രഹം? അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും ഇല്ല, അതുകൊണ്ടായിരിക്കും ആരും ആകാൻ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, കുഞ്ഞുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്. കുഞ്ഞിന്റെ പേരെന്താ? ആഷ്മി. ആഷ്മി. ഇവിടെ ഉണ്ടോ ആഷ്മി? എവിടെയുണ്ട്? ഇവിടെ എവിടെയുണ്ടെന്നൊക്കെ കൊച്ചിനൊക്കെ അവിടെ വെച്ചിട്ട് വന്നേക്കാണ്. 25,000 രൂപ എന്നാണല്ലോ കേട്ടിരിക്കുന്നത്. രേഷ്മ, അപ്പൊ നമ്മുടെ മത്സരത്തിനുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് പണപ്പെട്ടി, അത് പ്രത്യേകം പറയണ്ടല്ലോ. ഇതിന്ന് ഇതിന്ന് കാശ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും കൊണ്ടേ കൊടുക്കാം. വീട്ടില് അഭിലാഷേട്ടന് കൊണ്ടേ കൊടുക്കാം. 25,000 ഒക്കെ കൊണ്ടേ കൊടുത്താൽ അഭിലാഷേട്ടൻ ഇന്ന് തല ഇറങ്ങി വിടും അവിടെ. അഭിലാഷേട്ടൻ എന്താ ചെയ്യണത് ചോദിച്ചില്ല. അഭിലാഷ് ഷെഫാണ്, ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു. അടിപൊളി. എവിടെ? ഒരു റിസോർട്ടിലാണ്, മുറിഞ്ഞപുഴയിൽ. അപ്പൊ നല്ല കരിമീൻ പൊളിച്ചൊക്കെ ഉണ്ടാക്കൂല്ലേ? ഇല്ല, ചെയ്യത്തില്ല. അപ്പൊ പിന്നെ അവിടെ പണി എങ്ങനെ കിട്ടി? അവിടെ ചെയ്യും, വീട്ടിൽ ചെയ്യത്തില്ല. വീട്ടില് ചെയ്യാനല്ലേ രേഷ്മ ചേച്ചി ഉള്ളത്? ചേച്ചി കരിമീൻ പൊളിച്ചൊക്കെ ഉണ്ടാക്കോ? ഇല്ല. അപ്പൊ വീട്ടില് കഞ്ഞിയും ചമ്മന്തിയും തന്നെ. അവര് ചേട്ടൻ ഷെഫായിട്ട് അവിടെ പോയിട്ട് ഉഷാറാക്കുന്നത്. പോട്ടെ, നമുക്ക് നല്ല കാശ് കിട്ടി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കരിമീൻ പൊളിച്ച് മേടിച്ച് തിന്നാം, ചേട്ടനെ കൊതിപ്പിക്കാം. റെഡി? ഇതാണ് പണിപ്പെട്ടി. ഇതിനകത്താണ് പണികൾ മൊത്തം ഇരിക്കുന്നത്. അപ്പൊ ഐശ്വര്യമായിട്ട് ആദ്യത്തെ ഗെയിം അതിന്റെ ഉള്ളിൽ നിന്ന് എടുത്തേ. ഗെയിമിന്റെ പേര് തിരഞ്ഞെടുപ്പ് എന്നാണ്. ഈ ഗെയിം എന്താണെന്നറിയാമോ? ഈ മണല് കണ്ടോ? ഇതുപോലെ നമ്മൾ ട്രേയിൽ കുറെ മണലാക്കിയിട്ടുണ്ട്. അതിൽ നിറയെ ക്യാഷ് ഇട്ടിട്ടുണ്ട്. ക്യാഷ് മീൻസ് ഇങ്ങനെയുള്ള കോയിൻസ് ആണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ കണ്ണ് കിട്ടും. വീട്ടിൽ അരിയൊക്കെ അരിക്കാറുണ്ടല്ലോ അല്ലേ, അരിപ്പൊടി. അപ്പൊ അതുപോലെ മണൽ അരിക്കുക. ആ കോയിൻസ് അതിനകത്ത് വരുമ്പോ അത് കോരി കോരി വേറെ പാത്രത്തിലേക്ക് ആക്കുക. പക്ഷെ കണ്ണ് കെട്ടിയുണ്ടാവും. അപ്പൊ കോയിൻ വരുന്നു എന്നുള്ളത് കിലുകിലി ശബ്ദത്തിൽ വേണം തിരിച്ചറിയാൻ. അപ്പോ രേഷ്മ 1000 രൂപ സ്വന്തമാക്കാനുള്ള ആദ്യത്തെ ഗെയിമിലേക്ക് കടക്കുന്നു. 120 സെക്കൻഡ് ആണ് സമയം. ഇതിന്റെ ഉള്ളിൽ കുറെ കോയിൻസ് ഉണ്ട്, അതെല്ലാം അരിച്ചെടുത്തിടാൻ പോണ്. എല്ലാം ഇടണ്ട. 120 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 2 മിനിറ്റോളമായി. അപ്പോൾ ഒരു 12 കോയിൻ ഇതിലേക്ക് എത്തിയാൽ മതി, നമ്മുടെ പ്ലേറ്റിലേക്ക് എത്തിയാൽ മതി. റെഡി? രേഷ്മ റെഡി അല്ലേ?
അപ്പോൾ ദേ ഇത് പിടിച്ചോ. ഇതാണ് സ്പൂൺ. അപ്പുറത്ത് മണലിരിക്കുന്നു. ഇനി ഞാൻ ഈ ഏരിയ കാണിച്ചു തരില്ല. അപ്പോൾ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. തുടങ്ങിക്കോ. എന്നിട്ട് ഇവിടെ ഒന്നും കൊണ്ടുവന്നായിരിക്കുക, എന്നാലല്ലേ കാശുണ്ടോന്ന് അറിയാൻ പറ്റുള്ളൂ. 1 രൂപ പോലും ഇല്ല ദൈവമേ. വേഗം പോക്കോ, കാശില്ല. ഒരിട്ടോ ആ വന്നതിലുണ്ടെന്ന് തോന്നുന്നു. അത് നന്നായിട്ട് കൈയടിച്ച് എല്ലാവരും. കൊയിനുണ്ട്. അപ്പൊ മണലൊഴിച്ച് മണലടക്കം ഇട്ടു അതിനകത്തേക്ക്. 3 കൊയിനായിട്ടുണ്ട്. ശരിക്കും അരിക്കണേ. മൊത്തം മണൽ പോയതിന് ശേഷം മതി. 12 കോയിനാണ് എടുക്കട്ടെ. പോട്ടെ. അതിനകത്ത് 1 കോയിനുണ്ട്. ഇനി അടുത്തത് വീണ്ടും റെഡി. ഈ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് അരിക്കാറുണ്ടല്ലേ? വീട്ടിൽ പുട്ടാണ് ഇഡ്ഡലിയാണ് കൂടുതൽ ഉണ്ടാക്കാറ്. ഇപ്പൊ അതൊന്നും പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല എന്നുള്ള രീതിയിലാണ് ആള് നിൽക്കുന്നത്. അരിക്കി. നല്ലൊരു കൈഡി കൊടുത്തേ. 3 ഉം 2 5 കോയിനായിട്ടുണ്ട് കേട്ടോ. ഹായ്, മണലരിച്ച് ഇപ്പൊ നല്ല പഞ്ചസാര പോലെ മണലെല്ലാം കിട്ടോ. 2 കൂടി വീണിട്ടുണ്ട്. 3 6 7 എണ്ണം അതിന്റെ 7 എണ്ണം. വളരെ ചുരുക്ക സമയത്തിനുള്ള ആളുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. 8 എണ്ണം. 8 പിന്നെ ഇവിടെ മണലും ആയി അതിനകത്ത്. റെഡി. പോരട്ടെ. പോരട്ടെ. ശരിക്കും പോരട്ടെ. ഇട്. 3 എണ്ണം കൂടി വീണിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ എണ്ണി നോക്കി പാടുവിടുമല്ലോ. 3 ഉം 6 ഉം 9 ഉം 10 11 എണ്ണം. ഇനി ഒരെണ്ണം കൂടി മതി. പക്ഷെ ഇതിനകത്ത് 2 എണ്ണം ഉണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യും? മതി. ഇതൊന്നും ഇതിനകത്തേക്ക് എടുത്തിട്ട് ഇത് മൊത്തം അങ്ങനെ മൊത്തത്തിൽ ഇട്ട് വന്നിട്ട് ഒന്നുകൂടി അരിച്ചാൽ പോരാ. അതല്ല എളുപ്പം. ഓരോന്നോരോന്ന് പറക്കുന്നു. അഞ്ഞ് ഒന്നുകൂടി അരിച്ചേ. ശരിക്കും അരി വെറുക്കിന്ന് പറയുന്ന അവസ്ഥയായി പോയി. ഇനി ഓരോന്നോരോന്ന് എണ്ണി അതിനകത്തേക്ക് ഇട്ടേ. 1 2 3 4 5 6 7 8 9 10 11 12 13 എണ്ണം ആളെ എത്തിച്ചിരിക്കുകയാണ്. 13 എണ്ണം. നല്ലൊരു കൈ കൊടുത്തേ. രേഷ്മ 1000 രൂപ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ 1000 രൂപ കൊടുക്കട്ടെ എന്നാ. ആള് ചോദിക്കണമെന്നില്ല, ആള് വർത്താനം പറഞ്ഞിരിക്കാണ്. തരട്ടെ. അതാണ്. അപ്പോ നല്ലൊരു കയ്യടിയും കൂടി വേണം. നമ്മുടെ രേഷ്മയ്ക്കുള്ള ആദ്യത്തെ സമ്മാനം 1000 രൂപ കൊടുക്കുന്നു. ഓക്കെ, സന്തോഷായില്ലേ? ഈ സന്തോഷത്തിൽ അല്പം പാട്ടുമാവാം എന്ന് എനിക്ക് തോന്നുന്നു. ആരാ ഒരു പാട്ടുപാടി തരണേ പെട്ടത്? ആഗ്രയാണോ? ഇതൊന്ന് തന്നെ. ഞാൻ ആഗ്ര കൊച്ചിന്റെ അടുത്ത് വരെ പോട്ടെ. എവിടെയാണ് ആഗ്ര? ഇവിടെയാണ് ആഗ്ര. ആഗ്ര എന്താ ചെയ്യുന്നേ? ഞാൻ +1 പഠിക്കാണ്. ആണോ? എന്താ വിഷയം? ഹ്യൂമാനിറ്റീസ്. അത് നല്ല വിഷയമാണ്. ഞാനും ഹ്യൂമാനിറ്റീസ് ആയത്. സെയിം പിച്ച്. ഏത് പാട്ടാ പാടാൻ പോകുന്നേ? മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാൽ കുളിരുന്നിൻ ബാല്യം. ആരോ മീട്ടിയ മഷി തണ്ടിൻ കുളിരുള്ള തളിരോർമയാണിൻ്റെ ബാല്യം. ചെളിമണ്ണിൽ കളിയാക്കുമിളനാമ്പുകൾ കളിയാടുന്ന പാടത്തെ കുളിരോർമ ബാല്യം. മാവിൻ ചൂട്ടിലെ മണമുള്ള മധുരമായി മനതാൽ കുളിരുന്നിൻ ബാല്യം. നല്ലൊരു കൈഡി കൊടുത്തേ. താങ്ക് യു ആഗ്ര. നമുക്കിനി 2000 രൂപയുടെ ഗെയിമാണ്. അത് 2000 രൂപ കയ്യിൽ കിട്ടുന്ന ഗെയിമല്ല, 3000ത്തിലേക്കുള്ള എൻട്രിയാണ്. ഇടയ്ക്കെല്ലാം അങ്ങനെയുണ്ട്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് റൗണ്ട് ആണ് ആക്ച്വലി. ഇത് ജയിച്ചാലാണ് അടുത്ത റൗണ്ടിലേക്ക് പോവുകയും ഉറപ്പായിട്ട് 3000 രൂപ സ്വന്തമാക്കുന്ന ഗെയിമിൽ പങ്കെടുക്കുകയും പറ്റുള്ളൂ. പാമ്പും കോണിയും പോലെയാ, അല്ലെങ്കിൽ നേരെ തിരിച്ച് താഴോട്ട് പോകും നമ്മള്. അപ്പോ നമുക്ക് രണ്ടാമത്തെ ഗെയിം ഏതാന്ന് നോക്കാം. ഓക്കെ, ഇതിൽ നിന്നൊരു ലോട്ട് എടുത്തോളൂ. ഈ ഗെയിമിന്റെ പേരാണ് മുരുക്കുമുള്ളൻ. പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട. നമ്മൾ ഒരു ബോർഡിൽ കുറേ മുള്ളുകൾ പോലെ സംഭവങ്ങൾ ഇങ്ങനെ തറച്ചു വെച്ചിട്ടുണ്ടാവും. അതിലേക്ക് ഒരു സംഭവം എറിഞ്ഞ് കോർക്കുക എന്നുള്ളതാണ് ഗെയിം. നമ്മൾ ഈ ചെറിയ റിങ് പോലത്തെ സംഭവങ്ങൾ ഉണ്ടാവില്ലേ, പമ്പരൊക്കെ പോലെ, അത്തരമുള്ളൊരു സംഭവമാണ്. ആ സിമ്പിൾ ഗെയിമാണ്. പേര് അങ്ങനെ നമ്മൾ ഇട്ടൊന്ന് പേടിപ്പിച്ചെന്നേ ഉള്ളൂ. റെഡിയല്ലേ?
രേഷ്മ 2ാം റൗണ്ടിൽ കടന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ മുൾക്കിരീടം പോലത്തെ സംഭവം. ഇത് കണ്ടല്ലേ, വീട്ടിൽ നമ്മൾ ചൂട് മാറാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുകളിലാണ് ടേബിളിൽ വെക്കുക. പക്ഷെ നമ്മളിപ്പോൾ തൽക്കാലം ഇത് പമ്പരായിട്ട് യൂസ് ചെയ്യും. ഈ പമ്പരം പറത്തി ഇതിനകത്ത് കോർത്തിടണം. അതിന്റെ ഇടയിലൊക്കെ കുരുങ്ങിയിരുന്ന് കഴിഞ്ഞാൽ അടുത്ത് മാറ്റും. ഓക്കെ, 100 സെക്കൻഡ് സമയത്തിനുള്ളിൽ 10 എണ്ണം ഇതിൽ കോർന്ന് ഇങ്ങനെ കിടന്ന് കറങ്ങി ആടി നല്ല ഭംഗിയായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3000 റൗണ്ടിലേക്ക് പോവാം. ജയിക്കില്ലേ? പിന്നല്ല, നമുക്ക് എന്ത് നോക്കാനാ. അപ്പോ രേഷ്മയുടെ ടൈം സ്റ്റാർട്ട്സ് നൗ. എറിഞ്ഞോ. ആയി, കറക്റ്റ് അപ്പുറത്തേക്ക് പോയി. ഒന്ന് നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഇതിലേക്ക് അത് കോർന്നുണ്ട് കേട്ടോ. അതെ, ഒന്ന് അത് അപ്പുറത്തേക്ക് പോയി. ഈ ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്ത് നോക്കി. കിട്ടും. അത് കോർത്തില്ല, അതും അപ്പുറത്തേക്ക് പോയി. രണ്ടെണ്ണം ആയിട്ട്. ഒരു സെക്കൻഡ്. 3. അത് ഒരു സെക്കൻഡ് കേട്ടോ. അതില്ല. നന്നായിട്ട് കൈയടിച്ചേ നിങ്ങൾ. നന്നായിട്ട് കൈയടിച്ച് പൊക്കിയറി. അത് കോർന്നു. അത് ഞാൻ കോർത്തിട്ടുണ്ട്. അത് പോയി. റെഡി. ആയി, അടിപൊളി. 6 ഇനി 4 കൂടി മതി. 4 കൂടി മതി. അത് അപ്പുറത്തേക്ക് പോയി. ഇനി ഈ സൈഡ് പോകും. സമയം പോയിക്കൊണ്ടിരിക്കുന്നു. അയച്ചു കേറട്ടെ. 7 ഏഴാമത്തെ. 7 8 ഉണ്ട്. 9. ലാസ്റ്റ് വൺ. അത് ഇരുന്നില്ല. 15 സെക്കൻഡ് ബാക്കിയുണ്ട്. ഒരെണ്ണം കൂടി. ഇവിടേക്ക് തന്നെ കൊടുത്തു. അതില്ല, സോറി. ലാസ്റ്റ് വൺ. പോയി. 10. അടിപൊളി. അപ്പോ രേഷ്മ അങ്ങനെ സിമ്പിളായിട്ട് 3000 റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നു. നല്ലൊരു കൈയ്യടി കൊടുത്തേ. അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് 2ാം റൗണ്ട് നമ്മൾ കയറി. അതും വളരെ സിമ്പിൾ ആയിട്ടാണ് കയറിയത്. അടുത്തൊക്കെ വലിയ പണിയാവട്ടെ കേട്ടോ. അതെ, വീട്ടില് ചേട്ടൻ ഷെഫാന്നല്ല പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ട് നല്ല റെസിപ്പി ഒക്കെ പറഞ്ഞുതരാറുണ്ടല്ലോ. നല്ല പാചകം ആയിക്കുമല്ലോ. പുള്ളി നന്നായിട്ട് പാചകം ചെയ്യാൻ വഴിയുണ്ട്. പറഞ്ഞുതരും. നമ്മളത് സ്വീകരിക്കാറുണ്ടോ? അത് കംപ്ലീറ്റ് ആയിട്ട് വന്നിങ്ങനെ നിന്ന് പറഞ്ഞിടത്തല്ല, ചെയ്യണേനിടക്ക് ഇങ്ങനെയല്ല, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയാം. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ ഞാൻ പറയാം, ഒന്നെങ്കിൽ തന്നെ താൻ ചെയ്യണം, അല്ലെങ്കിൽ അഭിലാഷ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നു. ഒരു വീട്ടിൽ 2 ഷെഫ് വേണ്ട. ഇത് ഇങ്ങനെ പോയ കുടുംബമാവുന്ന തോന്നണേ. അഭിലാഷ് ഇവിടെ ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇത് നാളെ TV കാണുമല്ലോ. അതാണ്. ഓക്കെ, എന്തായാലും നമ്മള് 2ാം റൗണ്ട് കഴിഞ്ഞു. ഇനി ഉറപ്പായും കിട്ടുന്ന 3000 രൂപയുടെ റൗണ്ടിലേക്ക് കിടക്കാണ്. ഇത് നന്നായിട്ട് മത്സരിച്ചോണം. 3000 രൂപ സ്വന്തമായിട്ട് കിട്ടാൻ പോവാണ്. അപ്പോ ഗെയിം എടുത്തോ. അപ്പോ ഉറപ്പായും രേഷ്മയ്ക്ക് 3000 രൂപ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗെയിം ഞാൻ നോക്കുകയാണ്. ഗെയിമിന്റെ പേര് ഒളിയമ്പ്. ഈ ഒളിയമ്പ് എന്താണെന്ന് മനസ്സിലായോ? കുറെ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണിച്ചിട്ടുള്ള സംഭവമാണ്. അപ്പക്കലിപ്റ്റോ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഉണ്ട്. ഈ ആദിവാസികളുടെ കയ്യിൽ ഒരു പ്രത്യേക ഉപകരണമുണ്ട്. ഒരു ചെറിയ മുളന്തണ്ട്, അതിനകത്ത് ഇങ്ങനെ ഊതുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ അമ്പ് പോയിട്ട് തറച്ച് ഉണ്ടാവും. അതുപോലത്തെ ഒരു ചെറിയ ഉപകരണം നമ്മൾ തരും. ഫ്രണ്ടിൽ ഒരു ബോർഡ് തരും. ഇതുപോലെ തറപ്പിക്കുക എന്നുള്ളതാണ് ഗെയിം. റെഡി? അതാണ് ഒളിയമ്പ്. നമ്മൾ ഇന്നിവിടെ ഗൊറില്ല യുദ്ധം നടത്താൻ പോവുകയാണ് രേഷ്മ. ഒരു നല്ല കൈയ്യടി കൊടുത്തേ. രേഷ്മ അതെ യുദ്ധത്തിന് തയ്യാറായി നിൽക്കാണ്. ഇതാണ് ശരിക്കും ഒളിപ്പോരെന്നൊക്കെ പറയുന്ന പരിപാടി. ഒരു നല്ല കൈയ്യടി കൊടുത്തേ. ഒന്ന് തിരിഞ്ഞ് എല്ലാവരും കാണട്ടെ. ആരെവിടെ തേൻ കടന്നൽ, അതുപോലെ ഇല്ല ഇത് അല്ലേ? 80 സെക്കൻഡ് സമയമുണ്ട്. നമ്മൾ 80 സെക്കൻഡ് സമയം. 80 സെക്കൻഡ് സമയത്തിനുള്ളിൽ ആ വളയത്തിലേക്ക് 10 അമ്പുകൾ എയ്ത് തറച്ചു നിൽക്കണം. 10 എണ്ണം. ഓക്കെ, റെഡി? അപ്പോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പോട്ടെ, യുദ്ധകാഹളമൊക്കെ മുഴങ്ങി കഴിഞ്ഞു. ഒന്നും നോക്കണ്ട, ചറപറാന്ന് ചെയ്തോ. ഒന്ന് പണ്ട് ഇതൊക്കെ തന്നെയായിരുന്നു പണി. ശരിക്കും ഒളിപ്പോരിന് പോയിട്ടോ. നല്ലൊരു കൈയ്യടി കൊടുത്തേ. ആഹാ, വീട്ടിൽ കൊണ്ടുപോകുമ്പോ ഇതൊരെണ്ണം കൊണ്ടുപോകോ കേട്ടോ. നല്ല കൈയ്യടി കൊടുത്തേ, നല്ല കൈയ്യടി കൊടുത്തേ. 3. അപ്പൊ പൊളിച്ചു. ചറപറാന്ന് ചരശയ്യ ഉണ്ടാക്കും നമ്മളിന്ന് അവിടെ. 4. നന്നായിട്ട് കൈയ്യടിച്ചേ. നിങ്ങളൊക്കെ പേടിച്ചിട്ടാണോ? അതാണ്. 5 എണ്ണം. 10 എണ്ണാണ് പറഞ്ഞത്. 6.
ഇത് മൊത്തം ചെയ്തോ. 7 40 സെക്കൻഡ് ആയിട്ടോ, 40 സെക്കൻഡ് ആയി. 8 9 ലാസ്റ്റ് വൺ. എന്റെ സമാധാനത്തിന് 2 കൂടി, എന്റെ സമാധാനത്തിന് 2 കൂടി. നന്നായിട്ടൊന്ന് കൈയടിച്ചേ. അതപ്പുറത്തേക്ക് പോയി, എന്റെ സമാധാനത്തിന് അത് അപ്പുറത്തേക്ക് പോയി. ഇപ്പോഴെനിക്ക് സമാധാനമായത്. അത് ഇപ്പുറത്തും മതി. ഓക്കെ, നല്ലൊരു കൈയടി കൊടുത്തേ. ചുമ്മാ അല്ല, 3000 രൂപ സ്വന്തമാക്കിയിട്ട് നിൽക്കുകയാണ് ഇവിടെ. രേഷ്മയ്ക്കുള്ള 3000 രൂപ കൊടുക്കാം. അതിനു മുമ്പ് സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ എ ബിഗ് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. അപ്പൊ നമ്മള് 3000 രൂപ സ്വന്തമാക്കി അല്ലേ? ഈ ഗെയിമിന് വരുന്നതിന് മുമ്പ് വീട്ടിലെ പണിയൊക്കെ തീർത്തിട്ടാണോ വന്നത്? പാചകമൊക്കെ ചെയ്തായിരുന്നു? ഫുഡ് ഉണ്ടാക്കിയോ? ഞാൻ എന്റെ അരിയൊന്നും വെള്ളത്തിട്ടേക്ക് ദോശമാവ് ഇതുവരെ അരച്ചിട്ടില്ലല്ലേ? കുഴപ്പമില്ല, പാവ അഭിലാഷേട്ടൻ എഴുന്നേറ്റ് ഇത് പരക്കുന്നുണ്ടാവും അവിടെ ഇരുന്നിട്ട്. പുള്ളിനോട് പറഞ്ഞായിരുന്നോ ഞാൻ ഗെയിമിന് പോവാണ്, ലോട്ട്സ് ഓഫ് മണിയുമായിട്ട് തിരിച്ചു വരുള്ളൂ, അപ്പൊ തിരിച്ചു വരുമ്പോഴേക്കും എനിക്കുള്ള ദോശ ചുട്ടു വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു. അച്ചോടാ, ആണല്ലേ? ഓക്കെ, ഉറങ്ങി എഴുന്നേക്കുമ്പോൾ നമ്മൾ ക്യാഷുമായിട്ടായിരിക്കും ചെല്ലുന്നത് അല്ലേ? അത് മതി. അപ്പൊ ക്യാഷ് വേണ്ടേ? ആ, 1000 രൂപ നേരത്തെ തന്നേ. ഇപ്പൊ 3000 നമുക്ക് ടോട്ടൽ സ്വന്തമായി. ബാലൻസ് 2000 വേണ്ടേ? ബാലൻസ് 2000. ഇന്ന് പെടയ്ക്കുന്ന നോട്ട്, ശരിക്കും പെടയ്ക്കുന്നുണ്ട്. നല്ലൊരു കൈഡി കൊടുത്തേ. ടോട്ടൽ 3000 രൂപ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു രേഷ്മ. ഇനി നമ്മൾ 5000ന്റെ റൗണ്ടിലേക്ക് പോവാണ്. 5000 ഇതുപോലെ തന്നെ 10000ത്തിലേക്കുള്ള എൻട്രി ആണ്. എൻട്രി ഗെയിം ആണ് 5000 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എടുത്താലോ? എന്തായാലും സൂചി മുഖം എന്നാണ് രേഷ്മയുടെ അടുത്ത ഗെയിമിന്റെ പേര്. ഒരു നീണ്ട കോല്, അതിന്റെ അറ്റത്തൊരു സൂചി. ആ സൂചി കൊണ്ട് രേഷ്മ നമ്മളൊരു സ്ഥലത്ത് നിൽക്കും. ഒരു കൂട്ടുകാരിനെ നമ്മൾ വിളിക്കും. ആ കൂട്ടുകാരി ബലൂൺ പറത്തി തരും. ഇതെല്ലാം കുത്തിപ്പൊട്ടിക്കണം. സിമ്പിൾ ഗെയിം. അത് കേട്ടപ്പോ തന്നെ ഉഷാറായി. പണ്ട് പൂരപ്പറമ്പിൽ പോയ ഓർമ്മ വന്നു തോന്നുന്നു ബലൂൺ എന്നൊക്കെ പറഞ്ഞപ്പോ. ഈ പറമ്പില് ഇഷ്ടംപോലെ ബലൂണൊക്കെ വരാറുണ്ടാവില്ല അല്ലെ? ഇവിടുത്തെ പൂരം കഴിഞ്ഞോ? വരാൻ പോണേ ഉള്ളൂ. അടിപൊളി. അപ്പൊ പൊളിച്ചെടുക്കണം. രേഷ്മയുടെ 5000ന്റെ റൗണ്ടിലേക്ക് നമ്മൾ കിടക്കുന്നു. സൂചി മുഖം. ലുട്ടാപ്പിടെ വാല് വലുത് സംഭവം കൈപ്പിടിച്ചുകൊണ്ടാണ് രേഷ്മ നിൽക്കുന്നത്. അറ്റത്ത് കണ്ടോ അടിപൊളി സൂചിയൊക്കെ ഉണ്ട്. ഇവിടെ കുറെ ബലൂൺ ഉണ്ട്. രജനി ചേച്ചിയാണ് അത് എറിഞ്ഞു കൊടുക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം പാട്ട് പാടി തന്ന ഉണ്ണിച്ചേട്ടന്റെ വൈഫ്, ഉണ്ണിച്ചേട്ടൻ ചായ ഉണ്ടാക്കാൻ പറയുന്ന ചേച്ചി അല്ലേ? ഓക്കെ, ഈ ഇരിക്കുന്ന ബലൂൺ എല്ലാം എറിഞ്ഞു കൊടുക്കണം. എല്ലാം പൊട്ടണം. എങ്ങാനും ദൂരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം പൊട്ടിക്കാനായിട്ട്. ചേച്ചിക്ക് ഇറങ്ങാം എടുക്കാൻ വേണ്ടി മാത്രം. ചേച്ചി ഇതിൽ നിന്ന് താഴേക്ക് ഇറങ്ങരുത്, ഇവിടെ നിന്നിട്ട് വേണം പൊട്ടിക്കാൻ. 60 സെക്കൻഡ് സമയമാണ് നമ്മൾ തരുന്നത്. ബലൂൺ ആയതുകൊണ്ട് എല്ലാം പെട്ടെന്ന് പൊട്ടിക്കോളും. മൊത്തം പൊട്ടിക്കണം. റെഡി? നമുക്ക് തുടങ്ങാം. മത്സരം ആരംഭിക്കുന്നു. റെഡി? 1 2 3 സ്റ്റാർട്ട്. എറിഞ്ഞോ. എന്റെ കണ്ണ് പൊട്ടിയപ്പോ 1. ആഹാ, പോട്ടെ. കുട്ടികളൊക്കെ കൈയടിച്ചേ. ബലൂൺ ചടപടാ പൊട്ടുമ്പോൾ കുട്ടികൾ കൈയടിക്കും. അതന്നെ. പെട്ടെന്നായിക്കോട്ടെ. പെട്ടെന്ന്. ആഹാ, അതിപ്പോ ഓടിപ്പോയി എടുത്തിട്ട് വരേണ്ടി വരും. എന്തായാലും നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഇവിടെ തീരുന്നതിനനുസരിച്ച് എടുക്കാം. അതൊക്കെ പൊട്ടിച്ചോ. അത് ചീറ്റിപ്പോയി. ചെറിയ ഒരു സംഭവമായിരുന്നത്. ഇനി അടുത്തത്. ഇത് ഉത്സവത്തിന് പടക്കം പെട്ട പോലെയുണ്ട്. ഇത് ഞാൻ എടുത്തരണം. പൊക്കിയറി. അതന്നെ. കയ്യിലിരുന്ന് പൊട്ടിയോ? ഒരെണ്ണം കയ്യിലിരുന്ന് പൊട്ടി. പൊട്ടിക്കേ. താഴെ ഞാൻ ഇട്ടാ. അത് പൊട്ടിയില്ല. അടുത്തത്. അനി ഓടി ഇതൊക്കെ എടുത്ത് കൊടുക്കും. ഇതൊക്കെ എടുത്ത് അവസാന നിമിഷങ്ങളാണ്. എടുത്ത് ഒന്നുകൂടി എറിഞ്ഞു കൊടുക്കും. അവിടെ തന്നെ. വേഗം 10 സെക്കൻഡ്. ഇനി ഓടി ഇത് ഓടി അവിടെ പോയിക്ക്. ഇനി കൗണ്ട് ഡൗൺ തുടങ്ങാൻ പോവാണ്. 10 9 8. അങ്ങനെ നമ്മൾ അടുത്ത റൗണ്ടും കടന്നിരിക്കുന്നു അല്ലേ? ഒരു നല്ല കയ്യടി കൊടുത്തേ. 5000ത്തിന്റെ റൗണ്ട് കടന്നു. ഇനി ഉറപ്പായും 10000 കിട്ടാനുള്ള റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. റെഡി അല്ലേ? രേഷ്മയ്ക്ക് കയ്യടി പോരാ. 10000 ഉറപ്പായും കിട്ടുന്ന റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു. എന്റെ ദൈവമേ,
എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും ഇല്ലെന്ന് പറഞ്ഞു വന്ന ആളാണ്. ഞാൻ വിചാരിച്ച 1000 അല്ലെങ്കിൽ ഒരു 3000 വീട്ടിൽ പോകുന്ന കരുതിയത്. പക്ഷെ സംഭവിച്ചില്ല. ഇനി 10,000 അടുത്ത റൗണ്ട്. അത് ഉറപ്പായിട്ടും കിട്ടും ജയിച്ചു കഴിഞ്ഞാൽ. റെഡി അല്ലേ? എനിക്ക് തോന്നുന്നു ഒരു ഗ്യാപ്പിന്, ഗെയിമിന്റെ ഗ്യാപ്പിന് അവിടെ ഒരു ചേച്ചി എനിക്ക് നിപ്പ് കണ്ടാറേ എനിക്ക് പാട്ട് പാടി തരുന്നത്. കണ്ടോ, ഞാൻ ഇപ്പൊ തന്നെ ഒരു പാട്ട് പാടി തരാം എന്നുള്ള ലൈനിലാണ്. ഒരു പാട്ട് കേൾക്കാലോ? അതിനുള്ള മൂടല്ലേ? അല്ലേ? എല്ലാരും റെഡി അല്ലേ? അപ്പോ നമ്മൾ പാട്ട് കേൾക്കാൻ പോവുകയാണ്. എന്താണ് പാട്ട് പാടാൻ പോകുന്ന ആളുടെ പേര്? വാമാക്ഷി. ഇത് ആ പേര് കേട്ടപ്പോ എനിക്ക് പഴയ നാടകം ഓർമ്മ. അബേ വാമാക്ഷി, എനിക്ക് കുറച്ച് കഞ്ഞിവെള്ളം കിട്ടി വരൂ എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെയല്ലേ? നല്ല പേര്. എന്തായാലും ഒരു നല്ല കൈഡി കൊടുത്തേ. ആ ചേച്ചിക്ക് നല്ല കൈഡി കൊടുത്തേ. ചേച്ചിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? അത് ചോദിച്ചില്ല. 2 മക്കള്. മൂത്തയാള് കെട്ടി. അവൻ പെട്ട്. ഒരു കുഞ്ഞുണ്ട്. ഒരു കുഞ്ഞുണ്ട്. ഏത് പാട്ടാ പാടാൻ പോകുന്നേ? ചന്ദ്രകളഭം. ആഹാ, പഴയ പാട്ടാ. പിടിച്ചോ, ഒന്നും നോക്കണ്ട, പാടിക്കോ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഈ വർണ്ണസുരഭിയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ, ഈ വർണ്ണസുരഭിയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ, സ്വപ്നങ്ങളുണ്ടോ, പുഷ്പങ്ങളുണ്ടോ, ഗന്ധർവഗീതമുണ്ടോ, വസുന്ധരേ വസുന്ധരേ കൊതി തീരും വരെ ഇവിടെ ജീവിച്ച് മരിച്ചവരുണ്ടോ? അതില്ല. കൊതി തീരും വരെ ഒന്നും ആരും അങ്ങനെ കാണാവില്ല. നല്ലൊരു കൈയ്യടി കൊടുത്തേ. വയലാറിന്റെ ഗംഭീര വരികൾ അല്ലേ? ഈ നിത്യഹരിതയാം ഈ ഭൂമിയിൽ തന്നെയാണോ ഇനിയും ജനിക്കാൻ ആഗ്രഹം? അതായത് നിങ്ങളുടെ ഈ ഗ്രൗണ്ടും ഈ നാടും ആണോ? ഇത് വിട്ടു പോവാൻ ഇതുവരെ ആഗ്രഹം തോന്നിയിട്ടില്ല? ഓക്കെ. പാട്ട് പഠിച്ചിട്ടുണ്ടോ അതോ? പഠിച്ചിട്ടില്ല. ആണല്ലേ? കേട്ട് പഠിക്കുന്നു. ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ആരുടെ പാട്ടുകളാണ് കേൾക്കാറ്? ദാസേട്ടന്റെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ കേൾക്കാറ്. ഓക്കെ. ഗായകമാരല്ലോ? ചിത്ര ചേച്ചിയാണ് ഇഷ്ടം. അത് ശരി. നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഇവിടെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാറുണ്ടോ നിങ്ങളുടെ ക്ലബും പരിപാടി? ഓണാഘോഷത്തിലാണ് ഏറ്റവും കൂടുതൽ പാട്ട് പാടാറ്. പിന്നെ അയൽക്കൂട്ടത്തിന്റെ പരിപാടി, പിന്നെ ജോലി സംബന്ധമായിട്ട് എല്ലാ ഫംഗ്ഷനും വിളിക്കും. എന്താ സംഭവം? കയർ സൊസൈറ്റി സെക്രട്ടറി. അത് ശരി, വലിയ പുള്ളിയാണ്. അപ്പൊ ഒരുപാട് പേരുണ്ടാവല്ലോ കീഴിൽ ജോലി ചെയ്യുന്നവര്. എന്താണ്? എല്ലാ ഫംഗ്ഷനും പാടിക്കാറുണ്ട്. ആണല്ലേ? നമ്മളാണ് സ്ഥിരം പാട്ടുകാര്. ഈ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മന്ത്രിമാരുടെ ഒക്കെ ഉണ്ടെങ്കിൽ ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥനയാണ് സ്ഥിരമായിട്ട് പാടാറുള്ളത് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഈശ്വര പ്രാർത്ഥന പറ്റി ഇത്തരം പാട്ടുകളും പാടണം കേട്ടോ. ഈ കയറിയിരിക്കുന്ന ഇതിന്റെ സെക്രട്ടറി ഒക്കെ ആയിട്ടേ ആള് ഭയങ്കര സോഫ്റ്റ് ആണ്. സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോ കുറച്ച് ജാടയൊക്കെ ഇടണ്ടേ? എല്ലാവരും എന്റെ നാട്ടുകാരല്ലേ എല്ലാരും, അവരുടെ അടുത്ത് അവര് കയറി ഇരിക്കണ പോലെ പിരിക്കില്ലേ? ഓക്കെ. എന്തായാലും വാമാക്ഷി ചേച്ചിക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തത്. നല്ല ഗംഭീരമായിട്ട് പാടി. നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു. വളരെ മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് നമ്മൾ ഉഷാറായി. ഇനി രേഷ്മ അഭിലാഷിനുള്ള അടുത്ത ഗെയിം കൊടുക്കണം. അഭിലാഷിന് ഇപ്പൊ ചെറിയൊരു അഭിലാഷൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. 10,000 എന്നൊക്കെ കേട്ടപ്പോ അല്ലെ? ഇനി അതും കൊണ്ട് വീട്ടിൽ പോയിട്ടേ ഉള്ളൂ അല്ലെ? അപ്പൊ ഇനി ഉറപ്പായിട്ടും 10,000 രൂപ കയ്യിൽ കിട്ടുന്ന ഗെയിമാണ്. സൂക്ഷിച്ച് മത്സരിക്കണം. സ്വാഭാവികമായിട്ടും സെക്കൻഡ്സ് കുറയും. ഗെയിം ഇത്തിരി കഠിനമൊക്കെ ആവും. അത് എന്തായാലും കോംപ്രമൈസ് ഇല്ല, കാരണം 10,000 രൂപയുടെ ഗെയിമാണ്. മത്സരിക്കാൻ റെഡി അല്ലേ? അപ്പൊ അതിൽ നിന്നൊരു ഗെയിം എടുത്തോ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ ഒട്ടിപ്പോ എന്ന് ഏറ്റവും കൂടുതൽ പറയാറുണ്ട് അല്ലെ? ഈ ഗെയിമിന്റെ പേരും അതാണ്, ഒട്ടിപ്പോ. അതായത് നമ്മൾ പുറം തിരിച്ചു നിർത്തും.
എന്നിട്ട് ബാക്കിൽ ഒരു ബോർഡ്, കുറെ പശയൊക്കെ ഉള്ള ഒരു ബോർഡ്. ആ ഇതാരത്? അതെന്റെ മോളാണ്. സ്വന്തം മോളാണല്ലേ? അതെ, അതെ. ദോശ ചുട്ട് കൊടുക്കാത്തതുകൊണ്ട് ഓടി വന്നതാ. അപ്പൊ മോളെയും കൂട്ടാൻ എന്തായാലും. മോളുടെ പേരെങ്ങനെയാന്ന് പറഞ്ഞേ? ആഷ്മി എന്നാ പേര്. ആഷ്മി, നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഗെയിം അതാണ്, ഒട്ടിപ്പോ. മനസ്സിലായില്ലേ? നമുക്ക് തുടങ്ങിയാലോ? അപ്പോ അടുത്ത ഗെയിമിലേക്ക് നമ്മൾ 10,000 രൂപ ഉറപ്പിച്ചുകൊണ്ടുള്ള അടുത്ത ഗെയിമിലേക്ക് നമ്മൾ കിടക്കുന്നു. ഒട്ടിപ്പോ. 10,000 രൂപ വീട്ടിൽ കൊണ്ടുപോകാനുള്ള ഗെയിമാണ്. സംഭവം കണ്ടല്ലോ അല്ലെ? ഒട്ടിപ്പോ. അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക, സ്പൂണിൽ ബോളുകൾ കോരി ബാക്കോട്ട് വീക്കുക. വീക്കുമ്പോൾ ആകാശത്തേക്കൊന്നും വീക്കണ്ട, ഇതിലേക്ക്. 40 സെക്കൻഡ് സമയമുണ്ട്. ഓക്കെ, 8 എണ്ണമാണ് രേഷ്മ ഇവിടെ എത്തിക്കേണ്ടത് 40 സെക്കൻഡ് സമയത്തിനുള്ളിൽ. കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ സഹായിക്കാം. അങ്ങോട്ട് തിരിഞ്ഞാണ് രേഷ്മ നിൽക്കുന്നത്. അപ്പോൾ വീക്കുമ്പോൾ നേരെ വീക്ക്, റൈറ്റിലേക്ക് വീക്കല്ലേ എന്നൊക്കെ ഉള്ള പിന്നെ പ്രോത്സാഹനങ്ങളും ഒക്കെ ആവാം കേട്ടോ. 10,000 രൂപ കിട്ടിയ ഇവിടെയുള്ള എല്ലാവർക്കും ചിക്കൻ ബിരിയാണി മേടിച്ചു തരും രേഷ്മ, കേട്ടല്ലോ? ഓക്കെ, അപ്പൊ ഗെയിം തുടങ്ങാം. റെഡി, 1 2. അങ്ങോട്ട് തിരിഞ്ഞോ, അങ്ങോട്ട് തിരിഞ്ഞോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. വീക്കിക്കോ, വീക്കിക്കോ. സ്പീഡ്, സ്പീഡ്. പോട്ടെ, പോട്ടെ. ഒന്ന് കുറച്ചുകൂടി മുകളിലേക്ക്. നന്നായിട്ട് കൈയടിച്ച്, നന്നായിട്ട് കൈയടിച്ച്, നന്നായിട്ട് കൈയടിച്ച്. കുറച്ചുകൂടി സ്പീഡില്. നിങ്ങളെല്ലാരും പറഞ്ഞു കൊടുക്ക്, ആള് മനസ്സിലാക്കട്ടെ. കുറച്ചുകൂടി. അവിടെ നിന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. നന്നായിട്ട് കൈയടിച്ച്, നന്നായിട്ട് കൈയടിച്ച്. വെല്ലോടത്തോട്ട് എന്റെ നെഞ്ചത്തോട്ടല്ല, ഇവിടേക്ക്. രേഷ്മ ഒന്നും നോക്കാതെ കൗണ്ട് ഡൗണിനുള്ള സമയമായിരിക്കുന്നു. ഒരെണ്ണം ഇവിടെ എത്തിയിട്ടുള്ളൂ. തുടങ്ങട്ടെ. 10 9 8 7 6 5 4 3 2 1. ഒന്ന് തിരിഞ്ഞു നോക്കി, ആ ബോളൊക്കെ എവിടേക്കാ പോയേക്കണേന്ന്. എല്ലാവരുടെ മേത്തേക്കാ പോയത്. ഒരെണ്ണം എന്റെ നെഞ്ചത്തും കിട്ടിയിട്ടു. എന്തായാലും 10,000 രൂപ കിട്ടിയില്ല, സാരില്ല. പക്ഷെ നമ്മൾ 3000 ഒപ്പം കുറേ ഗിഫ്റ്റും തരുന്നതായിരിക്കും. രേഷ്മയ്ക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തേ. 3000 രൂപ കിട്ടി. ഹാപ്പി അല്ലേ? ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ചേട്ടൻ വീണ്ടും തലയിറങ്ങി ബോധം കിട്ടി ഉറങ്ങോ? എന്തായാലും രേഷ്മ അഭിലാഷിന് നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഒപ്പം നമ്മൾ 2-3 സമ്മാനങ്ങൾ കൂടി കൊടുക്കുന്നുണ്ട്. ഒന്ന് നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന നല്ലൊരു സമ്മാനം, ഇത് അഭിലാഷ് ചേട്ടൻ എന്തായാലും ഉപകരിക്കും. മറ്റൊന്ന് ഫോർവിഷ് മാട്രസ് നൽകുന്ന മറ്റൊരു സമ്മാനം. അതുപോലെ തന്നെ ക്വാൻലി നൽകുന്ന മറ്റൊരു സമ്മാനം. 3000-വും 3 സമ്മാനവുമായിട്ട് രേഷ്മ പറയുന്നു ടാറ്റ. ടാറ്റ, വീണ്ടും കാണാം. അടുത്ത മത്സരാർത്ഥിയുമായിട്ട് നമ്മൾ സി കേരളം സൂപ്പർ ബമ്പർ കളിക്കും. ഇവിടെ ഈ മണ്ണിൽ തന്നെ. ഇനി നാളെ ആയിരിക്കും കളിക്കുന്നത്. മത്സരാർത്ഥികളൊക്കെ ഇവിടെ റെഡിയാണ്. ഒന്ന് ഉഷാറായിട്ട് കൈയടിച്ചേ. തൽക്കാലം ഇന്ന് സി കേരളം സൂപ്പർ ബമ്പർ കോ പവർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ നിന്നും മിഥുൻ പറയുന്നു ഗുഡ് ബൈ.